Assalamu alaikum. Alaikum salam. What's your name? Khalid. Khalid. Okay. Thank you. And How long is running this? yeah, how long you are running this hotel? Caesar? This about 4 years. 4 years, mashallah. Okay. Alhamdulillah. Before I am civil engineer already. Oh, you are a civil Yes, engineer. and working Okay. in the investment in building. Okay. But from 4 years, the government is no. You can do anything because it's closed everything. Okay. So new concessions. No. Like financial crisis or something? Financial crisis? Yes. Financial crisis. Yes. Okay. So I changed until to return back Okay. to my But work. anyway, we are happy with your service. That's why we already booked our Fridays Hi. previously. So like, Good yeah, place. good place. Thank you very And- much. Yeah, You yeah. are a good person. And this is for my YouTube channel. So like from people from Dubai or people from Kerala who they will come, I can recommend this place. Thank you very much. Okay. You will come Yeah, and sure, I sure. very Yeah. pleased. അപ്പോൾ നമുക്ക് അലക്സാണ്ട്രിയയിൽ ഉണ്ടായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഏകദേശമൊക്കെ മറന്നു. അപ്പോൾ ആ ഹോട്ടൽ നല്ല ഫീൽ ഗുഡ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചെറിയ യാത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് ഒരു ഡേ നമുക്കിവിടെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇത് അലക്സാണ്ട്രിയയുടെ സ്ട്രീറ്റാണ്. ഞാൻ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. ഞാൻ ഈ സ്ട്രീറ്റിലേക്കാണ്ട് ഇറങ്ങി നമ്മൾ ആ സ്ട്രീറ്റിലുള്ള പക്ക കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതെല്ലാം പാടെ ഒരു എപ്പിസോഡിൽ എനിക്ക് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പാർട്ടുകളായിട്ടായിരിക്കും ഇതിൽ വരിക. അപ്പോൾ ഇതൊരു 30 കുറച്ച് സമയമുണ്ട് ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ നിങ്ങളത് ക്ഷമയോടുകൂടി കാണണം. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള കാഴ്ചയാണിത്. നമ്മൾ നേരെ പോകുന്നത് ഒരു മെട്രോ, നമ്മളെ ഒരു ചെറിയൊരു ട്രാമിൻ്റെ ഏരിയയ്ക്കാണ് പോകുന്നത്. ഈ ഒരു അലക്സാണ്ട്രിയ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ കണക്റ്റഡ് വിത്ത് ട്രാംസ്. അപ്പോൾ ആ ട്രാം എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പുമാണ്. നമ്മൾ ട്രാമിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണും. അപ്പോൾ ഈ ഒരു ഭാഗം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്നത് ഒരു കോർണിഷിലേക്കാണ്. അപ്പോൾ ആ ഒരു കോർണിഷിൻ്റെ ഭാഗം നമ്മൾ കാണാം. അവിടെ ആ ഒരു കോർണിഷിൻ്റെ മൊത്തം ഏരിയ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും അലക്സാണ്ട്രിയ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായി നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ഫുഡ്, അവിടെ കാണാനുള്ള കാഴ്ചകൾ എല്ലാം നമ്മളെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ 2 ഡേയ്സും കൂടി ഇവിടെ ഉണ്ട്. ആ ഒരു 2 ഡേയ്സിനുള്ള റൂം നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടുന്ന് പോകുന്നത്. ആ കാണുന്ന സെയിം ഹോട്ടലിൽ തന്നെ ആ റൂം നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ ഒരു ട്രാവലിന് സ്റ്റാർട്ട് ചെയ്യല്ലേ. നല്ലൊരു ഫ്രഷ് ഡേ, ഫ്രഷ് സ്റ്റാർട്ട്. വെൽക്കം ടു മൈ വ്ളോഗ്. അങ്ങനെ നമ്മൾ വാക്ക് ചെയ്തിട്ട് ഇതെങ്ങനത്തെ ഒരു സെറ്റപ്പ് ആട്ടോ ഇവിടുത്തെ മൊത്തം കാര്യങ്ങൾ. പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ കണ്ടിട്ടാ സൈഡിൽ നോക്കുക. ആളുകൾ ഫുള്ള് ഈ ശീശ വലിച്ചിട്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ കൂടുതൽ വരിക. അല്ലേ? നമുക്കേ ഒരു ഹോട്ടൽ കണ്ടെത്താം, പോയിട്ടൊന്ന് ഇരുന്നിട്ടേ ഫ്രഞ്ചാക്കാം. പിന്നെ നമുക്ക് രാത്രി കഴിച്ചാൽ മതിയല്ലോ. അങ്ങോട്ട് ഇറക്കാം അല്ലേ? ഇതാണ് ഇവിടുത്തെ ആ പഴയ ടാക്സിയില്ലേ, ഓൾഡ് ടാക്സി. ഓക്കെ, ആ ഫീല്. ഇത് നോക്കടാ, മറ്റേ കെട്ടിടങ്ങളൊക്കെ നോക്ക്. ബാങ്കല്ലേ, എമിറേറ്റ്സ് എൻ ബി ഡി ആണുള്ളത് ചിഹ്നം കണ്ടിട്ട്. ആ അതാ എമിറേറ്റ്സ് എൻ ബി ഡി ബാങ്ക്. റബ്ബിയാണ് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ടത്. മത്താം مفتوح. أي مطعم مفتوح هنا؟ بالداء تل الشارع كده يمين كده كده على طول، مش كده نفس الشارع؟ هاي بعيد أو قريب؟ لا قريب. قريب ورا؟ قريب. طول هناك على طول هنا يمين أو يسار؟ أوكي. أو لفت. هذا أول؟ لا അല്ല അതാണ് നമ്മൾ കണ്ട ബീച്ചിലുള്ള കഫേ. انت امشي طوالي على طول سيده سيده على طول، امشي كل شوي اسال. أوكي. اسم؟ اسم مطعم اسم؟ اسال ഓക്കെ. അതാ നമ്മളെ അവിടെ കണ്ടില്ലേ? ഓക്കെ. എന്താ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുമ്പോട്ട് നടന്ന ഇവിടെയുള്ള കടകളൊക്കെ കൂടുതൽ മറ്റ് കടകളാണ്. ഏത് പിന്നെ അല്ല, നമ്മൾ പാർസൽ വാങ്ങിയിട്ട് പോകുന്ന കടകളാണ്. പക്ഷേ നമുക്കിപ്പം വേണ്ടതെന്ന് വെച്ചാൽ ഇരുന്ന് കഴിക്കാം. അല്ല, നമുക്ക് ഇരുന്ന് കഴിക്കാൻ അതും പറ്റും. പക്ഷെ അത് ഒരു ഇരുന്ന് തിന്നാൻ എനിക്ക് ഒരു വൈബ് പറഞ്ഞാൽ അത് ഫലാഫിൽ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഒരു കട കിട്ടി. ഈ കടയുടെ പേര്
അറബിയിലാണ് ഇത്. അൽ ഹെരീഷ് എന്ന കടൻ്റെ ഇത്. ആ ഓക്കെ. ലിവർ ലഹം ഓക്കെ. കഴിച്ചു നോക്കിയാലോ പക്ഷേ. ഓക്കെ ഫോർ 2 person. يعني يجي سيم ساندويتش سبايسي ولا؟ سبايسي. اوكي شو اخبارك؟ انا من الهند. من الهند. انا من اسكندريه. اوكي اهلا وسهلا. يوسف التركي. كثر كده. جو هذا مطعم من مصر او إيه؟ مطعم من مصر؟ مطعم الايه؟ مطعم الحرش. هرش. مطعم الحرش مطعم الاصل الاصلي. اوكي حرش الاصلي. ثانك يو. യെസ് ഇവർ പറഞ്ഞറിയോ 8 പൗണ്ടിന് നോർമല്, 10 പൗണ്ടിന് സ്പെഷ്യല്, 10 ഈജിപ്ഷ്യൻ പൗണ്ട്. ഓക്കെ നോക്കാം. ഇതൊരു ലിവറാണത്. ലഹം എന്നാ പറഞ്ഞത്, ആടിൻ്റെ ലിവർ ആയിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. ഏത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത. ഓക്കെ. From where? ഇന്ത്യ അല്ലെങ്കിൽ മിൻ ദുബൈ. India. Welcome. മഷ്കൂർ. New Delhi. ന്യൂ ഡൽഹി. New Delhi. Very beautiful national. മഷ്കൂർ. താങ്ക് യു. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. സ്പെഷ്യൽ. ഇങ്ങോട്ട് വരും. അവിടെ ഓരോ കൗണ്ടർ അല്ല ഇവിടെ വെക്കാൻ കഴിയില്ലല്ലോ. സൈഡിൽ ഞാൻ പിടിക്കാം. അതെ. മാർഗ വീണോ? പിന്നെ അങ്ങനെ വിയറ്റ്നാമിന് ശേഷം നമ്മുടെ ഫുഡ് ബ്ലോഗർ രംഗത്തിറങ്ങിക്കുകയാണ്. എന്താണ് ഇതിൽ നടക്കുകയെന്ന് അറിയില്ല. നല്ലതാ. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ ഇന്നലെ മേടിച്ച് മറ്റേ ഷവർമ കണ്ടില്ലായിരുന്നു. ഷവർമക്ക് ഭയങ്കര ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു. ഇത് കറക്റ്റാണ്. ഇങ്ങനെ ലിവർ ആയതുകൊണ്ട് നല്ല എനർജി കിട്ടുന്നു. ജസ്റ്റ് പെപ്പർ ലിവർ അല്ലേ, വേറൊരു മസാല ഇല്ല. കൊള്ളാം. ഓക്കെ ബ്രദേഴ്സ്. ഓക്കെ ഇൻഷാല്ലാ വിൽ മീറ്റ് യു. വിൽ സീ യു ഇൻ ദ യൂട്യൂബ്. نورت اسكندريه وكبده الحرش الاصلي. താങ്ക് യു. مفيش كلام بقى. മുർജിയെ, നിങ്ങൾ തീർച്ചയായിട്ടും വരുന്ന ആളുകൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഈ ഹരീസ് എന്ന ഷോപ്പ് ഉണ്ടല്ലോ, ശരിക്കും റെക്കമെൻഡബിൾ ആണ്. مصر. لا مش مصر ده فلسطين. فلسطين. اوكي والله فلسطين. ان شاء الله كله مشكله يجي പോയി ഇപ്പോൾ ഫലസ്തീൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യമായതുകൊണ്ടും ഫലസ്തീനായിട്ട് ഒരുപാട് ബന്ധമുള്ള രാജ്യമായതുകൊണ്ടും ഇവിടെ നമുക്ക് ഒരുപാട് ഫലസ്തീൻ സപ്പോർട്ടേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഒരു ഫ്രൈഡേ ഒക്കെ വളരെ വലിയ റാലി അടക്കമുണ്ടായിരുന്നു. കുറച്ച് ഡേഞ്ചറസ് ആയിരുന്നു പലപ്പോഴും കാര്യങ്ങൾ. അപ്പോൾ എനിവേ ആ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റോഡ് ക്രോസ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല. നമ്മളിതാ ഈ ഒരു സബ്വേ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ പൊന്തണം. അതേ ഉള്ളൂ ഓപ്ഷന്. ഓക്കെ. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റാ, ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്. ഇതാ ഇപ്പം റെസ്റ്റോറൻറ്റുകൾ ചാകരായി. ഇതാ എത്ര റെസ്റ്റോറൻറ്റ്. അല്ല നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ആ കോഫി ഉണ്ടാക്കുന്ന കോഫി ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാം കുറച്ച് നേരം. ഇതൊക്കെ പണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഇതിൽ കൂടെ ഇതൊക്കെ. അതെ, അത്രയും ചെറിയ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ റോഡ് ക്രോസ്. ഇവിടുത്തെ ടാക്സി ഉണ്ടല്ലോ, ചെറിയ വണ്ടികളാട്ടോ ഈ ട്രാൻസ്പോർട്ടേഷന്. നോക്ക് അതിൽ സീറ്റൊക്കെ നോക്ക് വണ്ടിയിലെ. ഇങ്ങനത്തെ വണ്ടിയാണ് കേരളത്തിലോട്ട് കയറുന്നത്. അയ്യോ പാളു അല്ലേ. നമ്മൾ ഈ ഒരു കഫേയിലൊന്ന് പോവാ. കഫേ ബഹിയ കഫേ. അപ്പോൾ അകത്തൊന്ന് കയറി നോക്കാം. ഇവിടെ 100% ഒരു കഫേ പോയിട്ട് കോഫി ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഈ കിടക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാവും. ഇവിടെ ഫുഡുണ്ടാ? ഫുഡുണ്ട്. നമുക്കൊരു പോയി ഇരിക്കാം. കോഫി കോഫി വി ക്യാൻ സിറ്റ് സംവെയർ. നമുക്ക് ആ കടേൻ്റെ അടുത്തിരിക്കാം. Enjoy. ആ
അപ്പം വൈബല്ലേ? ആ ഒരു കാണുന്ന ഒരു ഡെസ്റ്റിനേഷൻ എന്താണെന്ന് ചോദിച്ചു. അത് പറഞ്ഞ് കാസിൽ കൽബായ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടുന്ന് നമ്മളിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോർണിഷിൻ്റെ ഈ ഒരു ഭാഗത്തും മറ്റേ ഭാഗത്തും അവിടെ ഒരു പാർക്കുണ്ട്, മൊന്തസ പാർക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടിലൊന്ന് പോയി നോക്കാം അല്ലേ? അങ്ങോട്ട് നല്ല ബസ്സുണ്ട്, പിന്നെ ചെറിയ ചെറിയ വാനുകൾ കുറേ ഉണ്ടല്ലോ. ആ ട്രൈ ചെയ്യാം. അതിൽ പോയി ഇറങ്ങാം. ഓക്കെ, എനിവേ നമുക്കൊന്ന് പോയി നോക്കാം. പിന്നെ എന്തായാലും ഇനി കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. You tell Castle Kalbay. Castle Kaibay. Kaibay. Castle Kaibay. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോണത് മൊന്തസ പാർക്കിലേക്കാണ്. ഈ മൊന്തസ പാർക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വാഷ്റൂമിൽ നിന്ന് പോയതാട്ടോ. ഈ മൊന്തസ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കോർണിഷിൻ്റെ രണ്ടറ്റത്ത്, ഒരറ്റത്ത് നേരത്തെ പറഞ്ഞ കാസൽ കാൽബായും പിന്നെ ഈ ഒരു അറ്റത്ത് മൊന്തസ പാർക്കും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊന്തസ പാർക്കിലെ കാഴ്ചകളൊന്ന് കാണാം. ഇവിടെ കുട്ടികൾക്കുള്ള ചെറിയൊരു കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത്. മൊന്തസ പാർക്കിലോട്ട് വാനിന് പോകണോ ബസ്സിന് പോകണോ? വാന് അതാ ഫ്രണ്ടിൽ ആരോട് ചോദിക്കാം. മൊന്തസ പാർക്ക് ഓക്കെ. എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിൽ പോലും വണ്ടിയിൽ കയറിയിട്ട് കുറേ കാലം. ആ അതെ. പൈസ എത്രയാണെന്ന് അറിയില്ല, നോക്കുക. ഇറങ്ങുമ്പോൾ കൊടുക്കല, ഞാൻ കയറുമ്പോൾ നോക്കാം. അവിടുത്തെ ബസ്സിൽ എങ്ങനെയാണ് പൈസ കൊടുക്കലെന്ന് നമുക്കറിയില്ല. അതാ അതായത് ഇവിടെ നമുക്ക് മുൻതസേക്ക് പോകാനായത് 6 പൗണ്ടിലടാ. 6 പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചീപ്പാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ ചീപ്പാണ് ഇവിടെ. £25 ഈജിപ്ഷ്യൻ പൗണ്ടാണ് ടിക്കറ്റ്. എൻട്രൻസ് ടിക്കറ്റ് ഫോർ പേഴ്സൺ ഓർ വെഹിക്കിൾ. കുറച്ച് 25 അപ്പോൾ 50. ഓക്കെ. 1892 ഇവിടുത്തെ രാജാവ്, അയാളെ പേരെന്തിനാ, ഖദീവ് അബ്ബാസ് ഹിൽമിയുടെ ഒരു സമ്മർ പാലസ്, അദ്ദേഹത്തിൻ്റെ ഒരു ലിഷർ സ്ഥലമായിരുന്നു അത്, മൊന്തസ പാലസ്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ എത്തി. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അവിടെ വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 6 ഈജിപ്ഷ്യൻ പൗണ്ട് കൊടുത്തു. ഇവിടെ ഒരാൾക്കുള്ള എൻട്രി ഫീ 25 ഈജിപ്ഷ്യൻ പൗണ്ടാണ്. ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യമില്ലേ, ഇതൊരു ഹോട്ടലാണ് തോന്നുന്നത്. പാലസ് അവിടെ നിന്ന് ഇങ്ങോട്ട് റൈറ്റ് എടുക്കാനാണ് പറഞ്ഞത്. ചൂടില്ലാത്തതുകൊണ്ട് നമുക്കൊരു വാക്ക് തന്നെ ആയിരിക്കും അഭികാമ്യം. ഓക്കെ, നല്ലൊരു ഗാർഡൻ ഉണ്ട്. എന്താ പറഞ്ഞൊരു എന്തൊക്കെയാ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞേ? റോസാണ് ഇവിടുത്തെ മെയിൻ, റോസ് ഗാർഡനാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത്. റോസ് ഗാർഡന്. ഓക്കെ, പിന്നെ അത് ഏകദേശം 20 ഹെക്ടേഴ്സിൽ 20 ഹെക്ടർ 50,000 റോസ് ബുഷസ് ഉള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഗാർഡനാണ്. റോസ് ഗാർഡനിൽ ഞാൻ പണ്ട് ബൾഗേറിയയിൽ നിന്ന് റോസ് ഗാർഡനിൽ പോയി, കിലോമീറ്റർ പോയിട്ട് അവസാനം അവിടെ റോസ് ഇല്ല. അതേമാതിരി റോസിന് ഒരു ടൈം ഉണ്ടാവുമല്ലോ റോസ് വളരാനേ, ആ സമയത്തല്ലേ. മൊന്തസ പാലസിന്റെ വാച്ച് ഗാർഡൻ കേട്ടോ. ഓക്കെ, മൊന്തസ പാലസിന്റെ വാച്ച് ടവർ അല്ലേ? ഓക്കെ. ഒരു ചെറിയ ഈ ടൂറ്, ആളുകൾ ഇങ്ങനെ ടൂർ അറേഞ്ച് ചെയ്യുന്ന സംഭവമുണ്ട്. അപ്പോൾ ഒക്ടോബർ മുതൽ നമ്മളെ ഒരു ഏകദേശം ഏപ്രിൽ മാർച്ച് വരെയാണ് ഇവിടുത്തെ ഒരു ഐഡിയൽ വിസിറ്റിംഗ് ടൈം. ഈ സമയത്ത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാക്കൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു കുഴപ്പമില്ല, ഒരു ക്ഷീണവും ഇല്ല, ഒന്നുമില്ല, ഒരു തുള്ളി വിയർക്കണ പോലും ഇല്ല, ഒന്നും വിയർപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചത് എൻ്റെ കാഴ്ച. ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ഒരു ഹോട്ടലാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കണം.
ഒരു കാര്യം ശ്രദ്ധിച്ചു, ആ ഇത് എല്ലാം ഒരേപോലെ പഴുക്കുന്നതല്ല. കുറേ പച്ച, ഈ ചുവപ്പ് തന്നെ പഴുക്കാത്താണ്. ആ ഓറഞ്ച് യെല്ലോയിഷ് കിടക്കുന്നുണ്ട് ഇടയിലൊക്കെ. കറിക്കല്ലേ? ആ, ഒരേ ഫീൽഡാണ്, ഒരേ സ്ഥലമാണ്, ഏകദേശം ഒരേ വലിപ്പമാണ് മരങ്ങളൊക്കെ. പക്ഷെ പഴുക്കുന്നത് പലതും പല സമയത്ത്. ചില സ്ഥലങ്ങളേ ഇത് വൈബുള്ള പറഞ്ഞ ഹോട്ടലിൽ നോക്കി ശരിക്കും നമ്മളൊരു 5 സ്റ്റാർ സെറ്റ്, നല്ല അടിപൊളി സെറ്റപ്പ് അല്ലേ? ബീച്ച് സൈഡ്, പിന്നെ അതിൻ്റെ മുമ്പിൽ ഇപ്പോൾ പൂള് കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു ഫ്രണ്ട് സൈഡിൽ. ആ ഇത് പൂളാണോ? അത് കടലാണോ കാണുന്നത്? ഒന്ന് പോയി നോക്കാം. സത്യം പറഞ്ഞാൽ ഏതാണ് പാലസ്? ഇതാണോ ഇത് ഹോട്ടൽ? അതാണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. എന്തായാലും ഈ ഒരു ബീച്ച് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം ഇവിടെ എന്ത് നടക്കുന്നത്. അവിടെ സ്നോർക്കലിംഗ് ട്രിപ്പൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു കടലിടുക്കിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു ബ്രിഡ്ജൊക്കെ കണ്ടില്ലേ അവിടെ? നല്ല രസമുണ്ട് സംഭവം. അയ്യോ, ആ അവിടെ എനിക്ക് തോന്നുന്നു നോക്കുക, അവിടെ ഇരിക്കുകയാണ്. പക്ഷേ പൂളാണോ? പൂളല്ല. വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇതൊരു പള്ളി വന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഈ ഹോട്ടലിൻ്റെ നേരെ അടുത്തുള്ളതാണ് ഈ പാലസ് എന്ന് നമ്മൾ കണ്ടെത്തി. ബാക്കിൽ കടലും അതിൻ്റെ നേരെ അപ്പുറത്ത് കടലാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നെ ഏരിയ. ഹെല്ലാൻ പലസ്തീൻ ഹോട്ടൽ അല്ലേ? ഇനി അതുവരെ നടക്കണം. പക്ഷേ ഈ പറഞ്ഞ ഒരു ക്രൗഡ് ഇല്ലാത്ത കാരണം ഇവർ ടൂറിസത്തിനെ പ്രൊമോഷൻ ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം ഇവിടെ നോക്കി ഈ പുറത്തൊക്കെ ലോക്കൽ ക്രൗഡ്സ് അല്ലേ? കൂടുതൽ ലോക്കൽ ക്രൗഡ്സ് ഉണ്ട്. പക്ഷേ ലോക്കൽ ക്രൗഡ്സ് നമുക്ക് പറയാൻ കഴിയില്ലടാ. കാരണം ഈ അറബ് നാഷണാലിറ്റിക്കാരെ നമുക്ക് ഇവർ ഏത് രാജ്യം വെച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും? ലൈക്ക് നമുക്ക് കഴിയില്ല. അപ്പം എൻ്റെ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, പറഞ്ഞു ഈജിപ്ഷ്യനാണ് ലബനാനാന്ന് കണ്ടാൽ തന്നെ പറയും. വാവ്, ഒരു മറ്റേ ഒരു റീലെടുക്കണല്ലോ ഇവിടുന്ന്. അൺഫോർച്ചുനേറ്റ്ലി ക്ലോസ് അല്ലേ പാലസ്? We cannot go inside. Like Mike there is here. Okay. VIP സംഭവം ഇവിടെ ഹൈലൈറ്റ് ആക്കണ ക്ലൈമറ്റ് തന്നെ കേട്ടോ. ക്ലൈമറ്റും നല്ലൊരു കാറ്റും ഹ്യൂമിഡിറ്റി കുറവാണ്. ഈ ഉച്ച സമയത്ത് പോലും നമ്മൾ ഹ്യൂമിഡിറ്റിയിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും എവിടെയും ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു ഇതാണ് നമുക്ക് കുറച്ചും കൂടി ഇവിടെ ഹൈലൈറ്റ് ഉണ്ടാണ്. ഈ പോണയൊക്കെ ഇടയിൽ കുഴികളുണ്ട്. മാളൂട്ടി സിനിമയിലെ സീനാവും. പിന്നെ ഒരാളിവിടെ നിൽക്കേണ്ടി വരും, ഒരാൾ കുഴിക്ക് ഇറങ്ങിയിട്ട്. പിന്നെ ടണലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ ഒരു ടണൽ ഉണ്ടാക്കാൻ കുറച്ചും കൂടി ക്യാമറമാരായതുകൊണ്ട് ഒരു പെട്ടെന്ന് നമ്മളെ പുറത്തേക്ക് എടുക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. അങ്ങനെ നമ്മൾ ആ പാലസ് കണ്ടു, ആ ഹോട്ടൽ കണ്ടു, ഗാർഡൻ കണ്ടു. നല്ല ഫീൽ ആയിരുന്നു. പക്ഷെ 2:30 ആയപ്പം കളി മാറി. സൂര്യൻ ചൂട് ചെറുതായിട്ട് വിയർക്കണില്ല, പക്ഷെ ഏകദേശം വിയർക്കണ മാതിരി തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഭക്ഷണം കഴിക്കണം. ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് മസ്റ്റാണ്. ഇത് ശരിക്കും റൗണ്ട് ബോട്ടാടാ. ശരിക്കും ഇങ്ങനെ അങ്ങനെയല്ല അല്ലേ? അല്ല അറിയില്ല കേട്ടോ. സോ അങ്ങനെ ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടേ ഇവിടുന്നായിട്ട് ബസ്സില്ല. അവിടെ റോമൻ തിയേറ്റർ ഉണ്ട്, ഹോം എൽ ദിഖ. അതാണ് അയാൾ പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ലേ റെസ്റ്റോറൻറ്റ്. കോമൽ അല്ല അത് മറ്റേതാണ്. അത് കോർണിഷൻ്റെ സൈഡിലാണ്. അത് വേറെ പോകണം. അയ്യോ അല്ലല്ല അല്ല അത് ഹോട്ടലല്ലേ? മത്താം വേണ മത്താം
صور تبعيكم تبعية مش تبعية ديك حد يقول تصور تعمل دعاية يعني ليه يعني دقيقة بس ഓയോക്കണോ കാര്യങ്ങൾ നമുക്ക് ഏതാണ് സ്കാം അല്ലാത്തത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ നമ്മളെ വിളിച്ച് ചിലപ്പോൾ നല്ലൊരു ഉദ്ദേശത്തിലായിരിക്കാം, പക്ഷെ നമ്മളെന്തായാലും അവിടെ പോയില്ല. പിന്നെ ഈ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടല്ലോ അടിപൊളിയാണ്, പക്ഷേ ഇവിടെ കുറേ നടന്ന സമയത്ത് നമുക്ക് അത്ര അങ്ങോട്ട് കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ കണ്ടില്ല, ഒരു വൈബോളജി കൊണ്ട് വന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് ഇറങ്ങിയിട്ട് പുറത്ത് ഒരു ചെറിയൊരു വാക്കും കൂടി നടന്നിട്ട് ഒരു ഷവർമ അങ്ങനെ എന്തെങ്കിലും സ്ട്രീറ്റ് ഫുഡ് എന്തെങ്കിലും നോക്കാമെന്ന് വെച്ചു. ഇതൊരു ഫുഡ് സ്ട്രീറ്റാണ്, ഇതൊരു ഉണ്ടാക്കിയെടുത്തത്, പക്ഷെ അത്രത്തോളം ക്രൗഡഡ് അല്ല. അപ്പോൾ ആ ഒരു പുറത്തെ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോവാം. അപ്പോൾ മുർഷിൻ്റെ കൂടെ ആ പുറത്ത് ആ ഒരു ചെറിയ ഷവർമ ഒക്കെ ഒന്ന് നോക്കിയിട്ട് ചെറിയൊരു വാക്ക് നടക്കാം. അപ്പോൾ അതിന് വേണ്ടി എന്തായാലും റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് നോക്കാം. കുറച്ച് ഫുഡ് ഒക്കെ നോക്കിയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ കാണുന്ന കടയിൽ പോയിട്ട് ഈ എൻ്റെ നാക്ക് പൊന്നല്ലോ ഇല്ല, അവിടെ ഉണ്ടല്ലോ മുർഷിയേ. ആ ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും. മോനെ എമ്മാരി ക്രൗഡഡാടാ സിറ്റി അല്ലേ, ഹെവി ക്രൗഡ് കേട്ടോ. മതിയല്ലോ എന്ത് കുപ്പില്ലേ വെല്ലിയങ്ങാടി. ഇത് നമ്മളെ കോഴിക്കോടൊക്കെ പോയ മാതിരി, കോഴിക്കോട് വെല്ലിയങ്ങാടി മാതിരിയുള്ള സെറ്റപ്പാണ്. ഫുള്ള് മഞ്ഞക്കാറുകൾ. പോലീസ് ഇടയ്ക്ക് നമ്മളെ നാട്ടിലേക്ക് ഈ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇവർക്കൊരു ഓണർ ഉണ്ടല്ലോ, അത് ലോകത്ത് എവിടെയുണ്ട്. വൃത്തിയില്ല. അവിടെ നോക്കിയാൽ സുൽത്താൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലൊക്കെ. എന്താണ് സുൽത്താൻ അറബി ഏരിയ. ആ തെരുവാരത്തുള്ള ദീപുവിൻ്റെ ഭാഷയിൽ ലൈഫില്ലേ, ലൈഫാണ് ഇവിടെ. മോനെ ഓക്കെ അവിടെ ഉണ്ട്. ആ ഒരു ഹോട്ടലിൽ തപ്പിയാലോ? കമോൺ ബ്രോ. ക്രോസി ഫിഷാണ് കൂടുതൽ അല്ലേ? അവിടെ ഒരു വലുതൊരു ചെറുതും വാങ്ങണോ? ഓക്കെ. السلام عليكم. كيف الحال؟ الحمد لله. شو اسم؟ اسم اسماعيل. نبيل مرشد من هند. احسن ناس. اوكي والله قاعد كده. عندك صفحه على نعم. خذ يا حمو. تعال صور، تعال خليك تصور بس. الهند جايين يصورهم. سلام. هذا كل سمك لا؟ ഹരിങ് ഇസം. ഇതിൻ്റെ പേര് ഹരിങ് എന്നാണ്. كم يعني فلوس؟ 60 70 80 كيلو 60 جنيه 60 لا؟ الى 160. اوكي. هرين اوكي. اريد اوكي اوكي. ملت ايج. اوكي معلوم كافيار. كم هذا؟ ده 1200 لا؟ اوكي. سيخ. اوكي. تعال صور يا عم، دول مش من هنا، ده بالهندي يا عم. اسمه الله يرضى عليك.
اوكي هذا كله كم كيلو اخوي؟ 300. ഇത് നോക്കടാ, ഇത് വരെ ഇതിലിട്ടിട്ട് ഈ മീൻ എന്ത് ചെയ്യാണ്, ഉണക്കാണ്. ഓക്കെ, എന്നിട്ട് ഉണക്കമീൻ വെച്ചിട്ട് ഇത് ചെയ്യാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസ്, ഇതിനൊക്കെ 1000 ദിറംസൊക്കെ എടുത്തേ. മുള്ളറ്റ് എഗ്സ് എന്നാണ് ഇതിനൊക്കെ. അല്ല 1000 ഈജിപ്ഷ്യൻ പൗണ്ട്. ഇതിനൊക്കെ ഈ 150 160 ആ ഒരു റേഞ്ചാണ് വിലയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് ഏകദേശം. മഷ്കൂർ മഷ്കൂർ അഫൈ. Nice to meet you too, Mr. നമ്മളിപ്പോൾ ഒരു ലോക്കൽ മാർക്കറ്റ് കംപ്ലീറ്റ് നമ്മൾ കണ്ടു. വിശക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ. ഭക്ഷണം അന്വേഷിച്ച് പോണ വഴിയിലാണ് ആ ഒരു കാഴ്ചകൾ കണ്ടത്. അപ്പോൾ എന്തായാലും ഇനി ഭക്ഷണം നോക്കിയിട്ട് മതി അടുത്ത കാര്യങ്ങൾ. നല്ല ഫ്രഷ് ജ്യൂസാണ്. നിങ്ങളോട് പറയും. ഓക്കെ, അസ്സലാമു അലൈക്കും. ഫ്രഷ് ജ്യൂസ് വിച്ച് വൺ? ഫ്രഷ് ജ്യൂസ് 2 ഏതായിരുന്നു? റോമി, അസ്സലാമു അലൈക്കും. ഐ നീഡ് 2 ഫ്രഷ് ജ്യൂസ് ഫ്രഷ്. ഏതാ പറയണ്ടേ? ഷുഗർ, കരിമ്പ്. ഇടാ, നാടൻ കരിമ്പ് ജ്യൂസ് കേട്ടോ. എന്താ അവസ്ഥ? നാടൻ കരിമ്പ് ജ്യൂസ്. ആ ക്ഷീണം മാറില്ലേ? തെൽ ആ തെൽ ജീപ്പ് ഇതെന്താ അറിയില്ല, നോക്കാം, ട്രൈ നോക്കാം. എന്താ മോനെ സംഭവി? അതൊരു റിഫ്രഷ് ചെയ്യും അല്ലേ? വേറെ നിറഞ്ഞു ചെയ്യും. വേറെ കുറേ ഉണ്ട്. അതുണ്ടല്ലേ? ഇതിന്റെ താഴൊക്കെ നോക്കിയാ 10 പൗണ്ടുള്ളൂ ഇതിന്റെ വില. ഇത്ര ആ, ഈ 2 ബോട്ടിലുള്ളൂ അങ്ങനെ പൈസ. ഞാൻ ആലോചിക്കാം. 12 ആവുള്ളൂ. അതെ, ചീപ്പാണല്ലോ മോനെ. പക്ഷെ സ്ട്രീറ്റിൽ നല്ല ചീപ്പല്ലേ? നേരെ മറിച്ച് മറ്റോടത്തൊക്കെ അത്യാവശ്യം പൈസ ഉണ്ട്. ഇതൊരു ബസ് സ്റ്റാൻഡ് വന്നടാ. തിയേറ്റർ കയറാൻ അല്ല, അതിനൊന്ന് ഭക്ഷണം കഴിക്കണം. അർജന്റാ? ആ അല്ല, ഞാൻ അത്രയും വിഷമമുണ്ട്. ഞാൻ അവിടെ ഓറിയോ കണ്ടത്. ഓറിയോ എന്ന് പറഞ്ഞ സാധനം ഹെവി ഡേഞ്ചറസ് ആണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഒരു ഫുഡ് കോർട്ടിലൊന്ന് പോയിട്ട് ഒരു സാൻഡ്വിച്ച് കഴിക്കാം, നന്നാവും. നവാ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളൊരു കോഫി ഓർഡർ ചെയ്തു. ബാക്കിൽ കാണുന്ന അവിടുന്ന് നമ്മളൊരു ഭക്ഷണം ഓർഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ അതിന് വെയിറ്റ് ചെയ്യണം ഇപ്പം. അപ്പം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇത് ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയും ആ ഒരു റോമൻ കത്തീഡ്രലിലേക്ക് നമ്മൾ പോകും. ഓക്കെ, പാട്ടൊന്ന് സൗണ്ട് ഓർക്കാൻ പറ്റില്ലടാ. മുർഷിയെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തുർക്കിഷ് കോഫിൻ്റെ സ്പെഷ്യാലിറ്റി. എത്ര ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ജോർദാനികൾ, ഈജിപ്ഷ്യൻസ് ഇവരൊക്കെ തുർക്കിഷ് കോഫി അധികം കുടിക്കാറുണ്ട് ദുബായിൽ നിന്നൊക്കെ. പക്ഷേ ഇതിൽ ഹെവി കഫീൻ കണ്ടൻ്റാണ്. ഈ കഫീൻ കണ്ടൻറ്റ് കാരണം നമുക്കത് ശരിക്കും ഇന്ത്യൻസിന് നമുക്കത് കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും. പക്ഷേ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുവിധം ക്ഷീണം. ഇപ്പോൾ സാധാരണ ഈ റെഡ് ബുള്ള് കുടിക്കാറില്ലേ, അതിൻ്റെ ഒരു വേറെ രൂപമാണിത്. അത് നോക്കാം, ക്വാണ്ടിറ്റി കുറവാണ്. പക്ഷേ നമുക്ക് സുഖമായിട്ട് ഈ കുബൂസും കൂട്ടിയിട്ട് കഴിക്കാം അല്ലേ? എന്തിനാ അവിടെ ഈ ഐസ് കൊണ്ട് വെച്ചിരിക്കണവര്? അല്ലേ? തുർക്കിഷ് കോഫി കഴിക്കുന്ന ആൾക്ക് ഫ്രീ ആണോ? ആ, പിന്നെ വേറെ കാര്യമുണ്ട്. ഇതിൻ്റെ ഒരു മട്ടുണ്ടാവും താഴട്ടോ. ഇതിങ്ങനെ ഇളക്കിയിട്ട് ആ മട്ട, അതിലാണ് കോഫി കണ്ടന്റ് മെയിനായിട്ട് വരുന്നത്. ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ നോക്കിയാൽ അത് മട്ടൺ കുടിക്കണം. ഫുഡ് ഗുഡ്. ഓക്കെ, ഗുഡ്. YouTube channel? Good. Give me 50. 50.
ഓക്കെ താങ്ക് യു. അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു, നല്ല ഫുഡായിരുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു പൈസ കേട്ടോ, കുറേ പൈസ പഴയതാണ്, 5 ഈജിപ്ഷ്യൻ പൗണ്ട്, സെൻട്രൽ ബാങ്ക് ഓഫ് ഈജിപ്റ്റ്. ഓക്കെ, പിന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ എപ്പോഴാണ് അവിടെ ആക്റ്റീവായി തുടങ്ങുന്നത് ശരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഭക്ഷണം കഴിച്ച് നമ്മൾ ഇനി കാണാൻ പോകുന്ന റോമൻ കത്തീഡ്രൽ അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ എന്തായാലും മുർഷിയുടെ അടുത്ത് പോയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് സൈനിങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ച കാണാനുള്ളത് കൈറ്റ് ബേ സിറ്റാഡൽ, അതൊരു അടിപൊളി കാഴ്ചയാണത്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു എപ്പിസോഡിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അലക്സാണ്ട്രിയയുടെ കാഴ്ചകൾ ഇനിയും കഴിഞ്ഞില്ല, ഇനിയും ഒരുപാട് വരാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.